തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയുവാൻ കർത്താവിനെ അനുവദിക്കുക എന്നുള്ളതാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവേലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവേലേക്ക് പോയി. അത് വളരെ വലിയ ഒരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സു മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സു മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്ത് നാം ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്ത് നാം കടന്നു പോകുമ്പോൾ യോനാ പ്രവാചകന്റെ ഒറ്റ ഒരു വചനമുണ്ട്. 3-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. കൂടുതലൊന്നും സംസാരിക്കാതെ നഗരത്തിൽ പ്രവേശിച്ച് അതിലേ കൂടി നടന്നിട്ട് ഒറ്റയൊരു വാക്ക് സംസാരിച്ചു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടുമെന്ന്. ഒറ്റയൊരു വാക്കിൻ്റെ, ഒറ്റയൊരു വചനത്തിൻ്റെ വലിയ പ്രവർത്തനമാണ് പിന്നീട് വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ജീവിതത്തെ മുഴുവൻ മാറ്റി എഴുതിയ നിനിവേ വാസികളെയും നിനിവേ രാജാവിനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ യോനാ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഈ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2 സ്ഥലത്ത് നാം കാണും കർത്താവിൻ്റെ അരുളപ്പാട് ലഭിക്കുന്ന യോനായെക്കുറിച്ച്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമിത്തായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്തു. അവനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കുക. എന്നിട്ടോ നീ യാത്ര ചെയ്ത് മറ്റൊരു നഗരത്തിലേക്ക് ചെല്ലുക. അവിടെ വിളിച്ചു പറയുക. എൻ്റെ ജീവിതത്തെക്കുറിച്ച് വിളിച്ചു പറയാൻ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുന്ന ഒരു കർത്താവിൻ്റെ അരുളപ്പാട് നാം ഇവിടെ കാണുന്നുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഇങ്ങനെയാ. എന്നാൽ യോന താർശീശിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി എന്നാണ് വചനം എഴുതിയിരിക്കുക. മറഞ്ഞിരിക്കാൻ, ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യോനാ പ്രവാചകൻ. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ടും ആ ദൈവത്തിൻ്റെ അരുളപ്പാടിന് ചെവി കൊടുക്കാതെ മറഞ്ഞിരിക്കുന്ന, ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന, മറയാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രവാചകനെ നാം ഇവിടെ കാണും. കർത്താവ് പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം അവൻ നേരെ ഓപ്പോസിറ്റ് താർശീസിലേക്ക് കപ്പൽ കയറി അവിടേക്ക് അവൻ ഓടുകയാണ്. എന്നിട്ടോ വചനത്തിൻ്റെ അവസാന ഭാഗം, 3-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണും, അങ്ങനെ താർശീസിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി. അവന് ഒരു മൂഢവിശ്വാസം, ഒരു വ്യർത്ഥ ചിന്ത അവൻ്റെ മനസ്സിൽ കടന്നിരിക്കുകയാണ്. തമ്പുരാൻ എന്നോട് പറഞ്ഞതിൽ നിന്ന് ഞാൻ പിന്മാറി ഒന്ന് ചരിക്കാൻ പോവുകയാണ്, ഒന്ന് മറഞ്ഞിരിക്കാൻ പോവുകയാണ്, ഒളിച്ചിരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ കണ്ണുകൾ 1000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകൾ അവൻ എന്നെയും നിങ്ങളെയും ഒക്കെ നോട്ടം വിട്ടിരിക്കുമ്പോൾ അവൻ്റെ ഉത്തരത്തിന്, അവൻ്റെ അരുളപ്പാടിന് ചെവി കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകാതെ എവിടെയൊക്കെ ഓടി ഒളിച്ചാലും എവിടെയൊക്കെ മറഞ്ഞിരുന്നാലും ആ കണ്ണുകൾ നമ്മെ കണ്ടെത്തുമെന്ന് സങ്കീർത്തന പുസ്തകം 139-ാമത്തെ വചനത്തിൽ, 139-ാമത്തെ സങ്കീർത്തനത്തിൽ 8-9 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണും.
ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. സമുദ്രത്തിൻ്റെ അതിർത്തിയിലേക്ക് ചെന്ന് വസിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ കരം നമ്മുടെ പിന്നാലെ വരുന്ന, മറയാൻ ശ്രമിച്ചാലും അത് കണ്ടെത്തുന്ന ഒരു ദൈവത്തെ ഇവിടെ യോന പ്രവാചകന്റെ ജീവിതത്തിൽ വ്യക്തമായി നാം കാണാൻ പോവുകയാണ്. ഈ വചനം വായിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നിശ്ചയിച്ചിരുന്നു യോന പ്രവാചകങ്ങളിലൂടെ തൻ്റെ നിനിവേയിലെ മക്കളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തണമെന്ന്. അവിടുന്ന് അവനെ തെരഞ്ഞെടുത്തിരുന്നു. അവിടുന്ന് അവനെ തെരഞ്ഞെടുത്തത് കൊണ്ട് അവൻ കരുതിയ കരുതലുകൾ, അവൻ ചിന്തിച്ച അവൻ്റെ വ്യർത്ഥവിശ്വാസം, മറയാമെന്ന് കരുതിയ അവൻ്റെ കരുതലുകൾ തെറ്റിപ്പോയിരിക്കുകയാണ്. പലപ്പോഴും നമുക്കും ചില കരുതലുകൾ ഉണ്ടാവും, ചില മൂഢവിശ്വാസങ്ങളുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ റെഡിയാകുമെന്ന്. അതൊക്കെ അന്ധവിശ്വാസം അല്ലെ മൂഢവിശ്വാസമാണ്. അതെല്ലാം തെറ്റിയെന്ന് ഈ യോനയുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അവനെ പിന്തുടരുന്ന ഒരു കർത്താവിനെ നാം കാണാൻ പോവുകയാണ്. അവന് കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവനെ പിന്തുടരുക. ദൈവത്തിൻ്റെ സ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്ക്, ദൈവത്തോട് സ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ അരുളപ്പാട് ശ്രവിക്കാൻ പറ്റില്ല. യോന പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ട്. ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ ഭയപ്പെട്ടതുകൊണ്ട് അവൻ ഓടി ഓടി മറയുകയാണെന്ന് മാത്രം. ഈ ദൈവം അവൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് അവനെ മറയാൻ അനുവദിക്കാതെ പിന്തുടരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അരുളപ്പാട് കിട്ടിയവൻ ഉറങ്ങാൻ പാടില്ലല്ലോ. അരുളപ്പാട് കിട്ടിയ വ്യക്തി ഉറങ്ങാൻ പാടില്ല, അവൻ ഉണർന്നിരിക്കണം. കാരണം കർത്താവ് നിരന്തരം അരുളപ്പാട് നൽകിക്കൊണ്ടേയിരിക്കും. ഉണർന്നിരിക്കുന്ന വ്യക്തിയായി മാറണം ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് കടന്നു വരിക എന്നറിഞ്ഞുകൂടല്ലോ. അവൻ്റെ അരുളപ്പാടിന് വേണ്ടി ഉണർന്നിരിക്കേണ്ട യോന പ്രവാചകൻ, വീണ്ടും കർത്താവ് എന്ത് സംസാരിക്കുന്നതെന്നറിയാൻ കാത്തിരിക്കേണ്ട പ്രവാചകൻ, അതിനു പകരം കപ്പലിൽ കയറി കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നത് നാം കാണുന്നുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ തമ്പുരാൻ ഒരു കപ്പിത്താനെ അവൻ്റെ അടുക്കലേക്ക് അയക്കും. യോന പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ നാം കാണും. അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിലേക്ക് കരമുയർത്താൻ ഒരു കപ്പിത്താനെ ദൈവം യോന പ്രവാചകന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. അലസത പൂണ്ടിട്ട് ദൈവദൗത്യം നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിലിരിക്കുന്ന യോന പ്രവാചകന്റെ ജീവിതത്തെ തമ്പുരാൻ വിടാതെ പിന്തുടരുന്നത് വചനം വായിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവിക പദ്ധതിയിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്കും അയക്കും ചില കപ്പിത്താന്മാരെ. നമ്മുടെ ജീവിതത്തിലേക്കും കർത്താവ് ചില സുവിശേഷ പ്രഘോഷകരെ അയക്കും, ചില വൈദികരെ അയക്കും, ചില കൊച്ചു വ്യക്തികളെ പോലും കർത്താവ് അയച്ചിട്ട് നീ ചരിക്കുന്ന ഈ പാത തെറ്റിപ്പോയെന്ന് പറയാൻ, ഒന്ന് പിന്തിരിപ്പിക്കാൻ അവിടുന്ന് അനുവദിക്കും. നമ്മൾ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ പഴയ നിയമഗ്രന്ഥത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചപ്പോൾ കർത്താവ് അയച്ചൊരു പ്രവാചകനെ, ഒരു നാഥാൻ പ്രവാചകനെ. ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിനോട് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ ചില കപ്പിത്താന്മാരെ കർത്താവ് അയക്കും. നീ മയങ്ങിക്കിടക്കുകയാണ്, നീ ഉണരണമെന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യാൻ പോവുകയാണ്. അത് നാം തിരിച്ചറിയണം. ഇവിടെ കർത്താവ് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നത് നാം കാണും. യോന പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണും. യോനായാണ് ഇതിൻ്റെ കാരണക്കാരൻ തിരിച്ചറിയുമ്പോൾ അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിയാനായിട്ട് യോന സമ്മതിക്കുമ്പോൾ ഒരു യോന പ്രവാചകനെടുത്ത് കടലിലേക്ക് എറിയുകയാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി തമ്പുരാൻ അവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. യോന അറിഞ്ഞോ അറിയാതെയോ ഭയപ്പെട്ടോ ആ കപ്പലിലേക്ക് കയറി ഓടി ഒളിക്കാൻ ശ്രമിച്ചപ്പോഴും യോനയുടെ സാന്നിധ്യം കൊണ്ട് അവൻ ചെയ്തു പോയ കുഞ്ഞു തെറ്റ്, ദൈവത്തെ അനുസരിക്കാൻ പറ്റാത്ത ആ തെറ്റിനെ കർത്താവ് നന്മയാക്കി മാറ്റി അവിടെ ഉള്ളവർക്ക് ദൈവഭീതി ഉളവാക്കുന്ന ഒരു വചനം നമ്മിവിടെ കാണും. യോന 1:16 ഉടനെ കടൽ ശാന്തമായി. അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിമാറി നാം ചലിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചില കപ്പിത്താന്മാരെ അയക്കുമ്പോൾ, നാം വീണ്ടും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വഴിമാറി ചലിച്ചപ്പോൾ കണ്ടുമുട്ടിയ ചില വ്യക്തികളെയും തമ്പുരാൻ ദൈവത്തിലേക്ക് ആനയിക്കാൻ ഉപയുക്തമാക്കും. അതിന് കാരണം ഒറ്റൊന്നുമല്ല, ഞാനും നിങ്ങളുമൊക്കെ അവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകളെപ്പോലും തിന്മകളെപ്പോലും നന്മയാക്കി മാറ്റാൻ, അനുഗ്രഹമാക്കി മാറ്റാൻ
കഴിയുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് ഈ വചനഭാഗത്തിൽ നമ്മെ മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെ കടലിൻ്റെ ആഴത്തിലേക്ക് അകപ്പെട്ടു പോയ ആ യോനാ പ്രവാചകനെ മത്സ്യം വിഴുങ്ങിയെന്നും 3 രാവും 3 പകലും മത്സ്യത്തിന് ഉദരത്തിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. വീണ്ടും 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനം നമ്മളിങ്ങനെ കാണും. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൽ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു എന്ന വചനഭാഗമുണ്ട്. യോനാ പ്രവാചകൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന പ്രവാചകനെ ഉണർത്തിയെടുത്തപ്പോൾ അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൽ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു എന്ന വചനം നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ തെറ്റിനെ പോലും തിരുത്തിയിട്ട് അവിടുന്ന് അവൻ്റെ വഴികളെ കണ്ടെത്തി ദൈവിക സന്ദേശം കൊടുക്കാൻ തക്ക വിധത്തിൽ പ്രാർത്ഥന ഹൃദയത്തിൽ രൂപപ്പെടുത്തുകയാണ് യോനാ പ്രവാചകൻ്റെ ഹൃദയത്തിൽ. പ്രാർത്ഥനയില്ലാതെ അലസതയോട് ചുരുണ്ടുകൂടി കിടന്ന പ്രവാചകൻ്റെ ജീവിതത്തെ ഒന്ന് വഴിമാറ്റി വിട്ടിട്ട് ദൈവം അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴപ്പെട്ട ഒരു പ്രാർത്ഥന കൊടുക്കുകയാണ്. യോനയുടെ പ്രാർത്ഥനയാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം മുഴുവനായിട്ട്. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരവിച്ച് പ്രാർത്ഥിച്ച് ആ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 10-ാമത്തെ വചനത്തിൽ യോന 2:10 നാം കാണും, കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൃദയം രൂപം കൊടുക്കുന്ന പ്രാർത്ഥന അത് അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് ആദ്യത്തെ അത്ഭുതം നടക്കുക. മത്സ്യത്തിന് ഉദരത്തിലായിരിക്കുമ്പോൾ അവൻ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ മത്സ്യത്തോട് യോനാ പ്രവാചകനെ ഛർദ്ദിച്ചിടാൻ ദൈവം കൽപ്പിക്കുകയും അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. തമ്പുരാൻ്റെ ഈ ഒരു വലിയ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവത്തോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം തിരിച്ചറിഞ്ഞപ്പോൾ അവന് 2ാമതൊരു അരുളപ്പാട് കർത്താവ് കൊടുക്കുകയാണ്. അതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവം സംസാരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ ഹൃദയം ചേർത്ത് വെച്ച് അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹൃദയം ചേർത്ത് വെച്ച് അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ ഒന്ന് മാറി സഞ്ചരിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവം പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ, ഉണർന്നിരിക്കുന്നവരായി അവൻ്റെ അരുളപ്പാടിന് വേണ്ടി കാതു തുറന്നു വെച്ചിരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മുടെ ജീവിതത്തിലേക്ക് 2ാമത് കടന്നു വരുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ട്. കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ദൈവത്തെ ഞാൻ അനുവദിക്കാതിരിക്കുക എന്നാണ് ഇതിനർത്ഥം. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ഞാൻ ദൈവത്തെ അനുവദിക്കുന്നേയില്ല. അവൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവമേ നീ ഇടപെടണമേ എന്ന് പറഞ്ഞ് അവിടത്തേക്ക് എന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. യോനാ പ്രവാചകൻ മത്സ്യത്തിന് ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് നാം കാണുന്നുണ്ട്. പ്രശ്നങ്ങളിൽ, പ്രയാസമേറിയ ചുറ്റുപാടുകളിൽ, ദുരന്തത്തിലൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് കടന്നു വരാനായി നമ്മുടെ വാതിൽ നാം തുറന്നിടുകയാണ്. ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് വാതിൽ തുറന്നിടുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. കർത്താവിന് വിജയശ്രീയിൽ ആളിതനായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രാർത്ഥന. എല്ലാം പുതുക്കി നിർമ്മിക്കാൻ നാം അവനെ അനുവദിക്കുന്ന ഒരു സമയമാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും, അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്നതുപോലെ പണിതുയർത്തും. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ പറയുന്ന വചനം അതേപടി സംഭവിക്കുകയാണ് യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ. വീണുപോയി ചുരുണ്ടുകൂടി വേദനിച്ച് നിരാശനായി കിടക്കുന്ന യോനാ പ്രവാചകനെ തമ്പുരാൻ വീണ്ടും പണിതുയർത്തുകയാണ്. വീണ്ടും ഒന്ന് പണിതുയർത്തി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ, കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ അവൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരനുഭവം നാം ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിലും നമ്മൾ ഇത് തന്നെ കാണും. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. വീണ്ടും ഉയർത്തി നിർത്തുന്ന, പുതുക്കി പണിയുന്ന, കൈവിരലുകൾ കൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് ആമോസിൻ്റെ പുസ്തകത്തിലും അപ്പസ്തോല പ്രവർത്തനം 15-16 ഒക്കെ നാം കാണുക.
അങ്ങനെയെങ്കിൽ യോനാ പ്രവാചകന്റെ ജീവിതം മൊത്തം നാം പരിശോധിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ പ്രതീകമായി മാറുന്നുണ്ട് യോനാ പ്രവാചകന്റെ ജീവിതം. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് നാം ഒന്ന് കുമ്പസാരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നാം നമ്മുടേതായ വഴികളിലൂടെ മാറി സഞ്ചരിക്കും. എൻ്റെ ഹൃദയത്തിൽ അവനോടുള്ള സ്നേഹം തിരിച്ചറിയുന്ന എൻ്റെ തമ്പുരാൻ എന്നെ വിടാതെ പിന്തുടരുകയാണ്. അനേകരുടെ പ്രാർത്ഥന കൊണ്ടും അനേകരുടെ ഉപദേശങ്ങൾ കൊണ്ടും നല്ല വഴികളിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരുമ്പോൾ പഴയ കാലത്ത് എന്നതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ ദൈവം എനിക്ക് വച്ചു നീട്ടും. യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ തമ്പുരാൻ ഒന്ന് വാർത്തെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വലിയ ശക്തി ദൈവം കൊടുത്തു. അതാണ് നാം ആദ്യം വായിച്ച വചനഭാഗം യോന 3:4. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്ന് അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. ഒറ്റ ഒരു വാക്കുകൾ കൊണ്ട്, ഒറ്റ ഒരു വചനം കൊണ്ട് ആ ജനത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തുന്ന വലിയ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഇവിടെ യോനയുടെ ജീവിതത്തിൽ, പുതുക്കി പണിയപ്പെട്ട യോനയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ മാനസാന്തരങ്ങളും ഓരോ തിരിച്ചു വരവുകളും ഓരോ വീണ്ടെടുക്കലുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അഭിഷേകം തരാനുള്ള അവസരമാണ് നാം തിരിച്ചറിയണം. കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാനായിട്ട് തുടങ്ങും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 2 കഥാപാത്രങ്ങളെ നമ്മൾ കാണും. ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ മനോഭാവത്തെക്കുറിച്ച് ഇവിടെ യോനാ പ്രവാചകൻ ഹൃദയം കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചല്ലോ ദൈവസന്നിധിയിൽ. 2 വ്യക്തികളെ കാണുമ്പോൾ പഴയ നിയമത്തിലെ യോനാ പ്രവാചകനും പുതിയ നിയമത്തിലെ മർത്തായെയുമാണ് നാം കാണുക. മറ്റൊരു വ്യക്തി മർത്തായാണ്. തന്നെ സഹായിക്കാൻ നിൽക്കാതെ തൻ്റെ സഹോദരി യേശുവിൻ്റെ കാൽക്കലിരുന്ന് അവനെ ശ്രവിക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു മർത്തായെ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 40-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും. ലൂക്കായുടെ സുവിശേഷം 10:40 നമ്മൾ ഇങ്ങനെ കാണും, മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ഭാഗമെന്ന് പറയുക പ്രാർത്ഥനയാണ്. മറിയം യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കുന്ന സമയം ബഥനിയിലെ ഒരു കുടുംബമാണ് നാം കാണുക. ഈശോ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു കുടുംബം, ഈശോ എപ്പോഴും സഞ്ചരിക്കുമ്പോൾ പോകുന്ന വഴികളിലൊക്കെ കയറുന്ന ഒരു കുടുംബമാണ്. നമ്മൾ ഈ സുവിശേഷത്തിൽ തന്നെ കാണുമ്പോൾ 3 തവണ ഈശോ ബഥനിയിലെ കുടുംബത്തിൽ പോകുന്നത് നാം കാണുന്നുണ്ട്. ഒന്നാമത് ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെല്ലും. അപ്പോൾ മർത്ത മറിയത്തെക്കുറിച്ച് പരാതി പറയും. മറിയം കർത്താവിൻ്റെ പാദത്തിലിരിക്കുന്നത് കാണുന്ന ഒരു വചനഭാഗം നാം കാണും. മറ്റൊരു വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലാണ്. സഹോദരൻ മരിച്ചപ്പോൾ വേദനിച്ച് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ബഥനിയിലെ കുടുംബത്തിലേക്ക് ഈശോ പോകുന്ന ഒരു സമയം. മൂന്നാമത് നാം കാണുക യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ബഥനിയിലെ തൈലാഭിഷേകം. മറിയം കർത്താവിൻ്റെ പദത്തിങ്കൽ തൈലം പൂശുകയാണ്. ഈ 3 സ്ഥലത്തും ബഥനിയിലെ കുടുംബത്തിൽ ഈശോ കടന്നു ചെന്നിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇവിടെ മർത്ത കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പരാതി പറയുമ്പോൾ ഈ നല്ല ഭാഗം തിരിച്ചറിയാൻ പറ്റാതെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാഗമെന്നും ഈ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റാതെ മർത്ത അസ്വസ്ഥചിത്തയായിരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, മർത്ത, ഇത് ശരിയല്ല, മറിയം ചെയ്തതാണ് നല്ല കാര്യമെന്ന് പറഞ്ഞ് കർത്താവ് അവളെ ഉപദേശിക്കുകയാണ്. മർത്തായുടെ ബുദ്ധി പതറിയിരിക്കുകയാണ്. മർത്തായ്ക്ക് ബുദ്ധി പതറിയിട്ട് ഏതാണ് ചെയ്യുന്നത്, ഇത് ആർക്ക് വേണ്ടിയായി, ഇങ്ങനെ ചുമ്മാ പാദങ്ങൾ കുത്തിയിരുന്നാൽ അതിന് എന്ത് പ്രയോജനം, ഈ മറിയം എന്താ ഈ ചെയ്യുന്നത് എന്ന് പറയുന്ന, ഇത് ആർക്ക് വേണ്ടി ചെയ്യണം, ഇത് ആർക്ക് ആവശ്യമില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു ബുദ്ധി പതറിയ മർത്തായെ നാം ഈ വചനഭാഗത്തിൽ കാണും. സമയം പാഴാക്കലാണ് മറിയത്തിൻ്റെ രീതി. ഇത് ശരിയായ രീതിയല്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. ഇത് ആർക്ക് വേണമെന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടത് ഈ നല്ല ഭാഗമാണ്, ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ
കർത്താവിനൊന്ന് സമർപ്പിച്ചിട്ട് ഹൃദയം നൊന്തൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യോന മത്സ്യത്തിന് ഉദരത്തിൽ കിടന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ യോനയുടെ പ്രാർത്ഥന കേട്ട് യോനായെ ഛർദ്ദിച്ചിടാൻ ദൈവം അനുവദിച്ചു, മത്സ്യത്തെ അനുവദിച്ചതുപോലെ വലിയ ഒരു അഭിഷേകം ഒറ്റ സെന്റൻസ് കൊണ്ട് ആ ജനത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ തക്കവിധ അഭിഷേകം കൊടുത്ത അതേ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥന വഴി ദൈവം ചെയ്യാൻ, എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയാൻ ഞാൻ അനുവദിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുക. ഈശോ ഇത് തന്നെയാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. മറിയം കർത്താവിനെ ശ്രവിച്ചതുപോലെ നമ്മളും കർത്താവിനെ ശ്രവിക്കണം. ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം, ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കും, ഈ ജനത അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഇവിടെ നാം കാണുക, മർത്തായുടെയും മറിയത്തിൻ്റെ ജീവിതത്തിൽ മറിയം ഹൃദയം കൊടുത്ത് ഇരുന്നു. യോന 2-ാമത്തെ അധ്യായത്തിൽ ഹൃദയം കൊടുത്തു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നടക്കേണ്ടത്. കർത്താവിനെ ഒന്ന് നോക്കണം, കർത്താവിനെ ഒന്ന് ശ്രവിക്കണം, കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അത് അത്ഭുതം ചെയ്യാനുള്ള പ്രാർത്ഥനയായി മാറും. ഹൃദയം കൊടുത്തു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ നോക്കിയിരിക്കും, കർത്താവിനെ ഒന്ന് ശ്രവിക്കാൻ പറ്റും, കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന വ്യക്തിയായി നമ്മൾ മാറും. മർത്തായും മറിയവും ഒരേ കാര്യം തന്നെ സംസാരിക്കും. ലാസറിൻ്റെ ഉയർപ്പിൻ്റെ വേളയിൽ ലാസർ മരിച്ചിരിക്കുന്ന സമയത്ത് പറയും, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മർത്തായും പറഞ്ഞു, മറിയവും പറഞ്ഞു. എന്നാൽ മറിയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ ഒരത്ഭുതം ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? മറിയം ഹൃദയം തൊട്ടു പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ആ ബെഥനിയിൽ കർത്താവ് ഒരത്ഭുതം ലാസറിൻ്റെ കുഴിമാടത്തിൽ ചെയ്തത്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈശോ ഒരത്ഭുതം ചെയ്യണമെങ്കിൽ ഹൃദയം തൊട്ടു ഞാൻ പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അതിനൊരു അത്ഭുതമുണ്ട്. കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് യോന പ്രസംഗിച്ചപ്പോൾ പെട്ടെന്നുള്ള നാശത്തിന് പകരം വലിയ അത്ഭുതം ദൈവം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേ പ്രാർത്ഥനയുടെ അനുഭവം, ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥന ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുമ്പോൾ, ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു നോട്ടം പറഞ്ഞാൽ, കർത്താവെ എന്നൊന്ന് വിളിച്ചാൽ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതിനുവേണ്ടി ഒരു പുതുക്കി പണിയലിൻ്റെ അനുഭവത്തിന് വേണ്ടി കർത്താവ് നമ്മളെ വിട്ടുകൊടുക്കാം, അവൻ്റെ സന്നിധിയിലിരിക്കാം. യോനയുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും, മറിയത്തിൻ്റെ ജീവിതത്തെ ദൈവം കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തെയും ദൈവം കേൾക്കാൻ ഇടവരട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കട്ടെ. നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയാൻ ഞാൻ എടുത്തു വയ്ക്കുകയാണ്. നിൻ്റെ അരുളപ്പാടിന് കാതോർക്കുവാൻ അലസതയെ എടുത്തുമാറ്റി ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ അരുളപ്പാട് ശ്രവിച്ച് മുന്നോട്ട് പോകുവാൻ എൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ തക്ക വിധത്തിൽ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം. ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണാൻ കർത്താവെ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.